ഹലോ ഗായ്സ്, അതും സ്ഥലസ്ഥാനമായ കവർത്തി ഐലൻഡിൽ നമുക്ക് ആരോ എന്നെ ആത്മാർത്ഥമായിട്ട് ഹലോ ഗായ്സ്, ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ വ്ളോഗ് ഒന്നും എടുക്കാറില്ല, പക്ഷെ ആച്ചിന്റെ കൂടെ ഞാൻ പല വ്ളോഗിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം സമയം ഈവനിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കവർത്തി ഐലൻഡിലാണ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈവനിങ് ആയിട്ട് ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷദ്വീപ് കാണണ്ടേ, അതും തലസ്ഥാനമായ കവർത്തി ഐലൻഡിൽ തലസ്ഥാനം കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ തലസ്ഥാനത്തിൻ്റെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ എല്ലാത്തിനുള്ള ക്യാമറമാൻ അക്രം ഷാ. ക്രാമ നാളെ ഉച്ചരിക്കുന്നതെങ്കിലും ഇവരെന്നെ കളിയാക്കുവാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് താ അല്ല താ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ തലസ്ഥാനത്തെ മാറ്റി സംസ്ഥാനമാക്കുന്ന ഒരു ആരും ഇന്റർവ്യൂവിന് വിളിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട്, നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും. സോറി, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. നമുക്ക് റെഡി ആയിട്ട് വരാം. അപ്പൊ റെഡി ആയിട്ട് അങ്ങനെ ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിരിക്കുന്നു. അപ്പോ നമുക്ക് പോയാലോ? പോവാം. ഇവനെന്തോ നമുക്ക് ആദ്യം പണത്തരത്ത് പോയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ പോവാം. അപ്പൊ ഇപ്പൊ സമയം സന്ധ്യയായി കാണും. ഞാൻ ആക്ച്വലി ഇട്ടതാ. ഇപ്പൊ സമയം സന്ധ്യയായി കാണും. ഇവിടെ നല്ല മഴയുണ്ട്. കൊടയൊന്നും ഇല്ല അല്ലേ? റെയിൻകോട്ട് ഉണ്ടല്ലേ? റെയിൻകോട്ട് ഉണ്ട്. റെയിൻകോട്ട് ഇട്ടിട്ട് വേണം പോവാൻ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒലിച്ചു പോകും. നല്ല മഴ പെയ്തതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ദേ പോവാണ്. മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൻകോട്ട് ഞങ്ങൾ എടുത്തില്ല. റെയിൻകോട്ട് എടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ റെയിൻകോട്ടിൻ്റെ പിൻവശം ചെറുതായിട്ട് കയറിയിരിക്കുവാണ്. പിന്നെ ഇവൻ്റെ പുതിയ റെയിൻകോട്ട് ആയതുകൊണ്ട് ഈ മഴയത്തല്ല, പൊരി മഴയത്തല്ലാതെ അവൻ റെയിൻകോട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ചെറുതായിട്ട് മഴ പെയ്ത റെയിൻകോട്ട് എടുക്കില്ലെന്നാണ് അവൻ പറയുന്നത്. പൊരി മഴയത്ത് ആളുകൾ പോകുന്നത് കണ്ടു ഗായ്സ്. ശരിക്കും 6 മണിക്കാണ് ഇവന് അവിടെ എത്തേണ്ടത്, പക്ഷെ ഇപ്പോൾ 6:15 ഗായ്സ്. അപ്പോൾ ഞങ്ങൾ 1/4 മണിക്കൂർ ലേറ്റ്. അതെ, അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങാറ്. അത് ഞങ്ങളുടെ ശീലമായി മാറി. മടിയാണ്. അതെ, അപ്പോൾ അത് ഞങ്ങൾ ശീലമായിട്ട് മാറിയോ കേട്ടോ. അപ്പോൾ ആക്ച്വലി ആ ബിൽഡിങ് ഉദ്ഘാടനം ഉണ്ട്. അതിന് ഞങ്ങളെ ചെറുതായിട്ട് ഇൻവൈറ്റ് ചെയ്തു അല്ലേ ക്രമ? സത്യമാണോ? അതെ, കലകിയ വലിയ ഉദ്ഘാടനം. അതെ. അപ്പം ഞാൻ ഞാൻ പറയാൻ വന്നത്, ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെ അവസ്ഥയും ഏകദേശം ഇങ്ങനെ ആയിരിക്കും. കാരണം അവർ പറയുന്ന സമയത്ത് നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ അവരുടെ വായിൽ നമുക്ക് അവരുടെ മൂഡ് അനുസരിച്ച് വേണം നമ്മൾ മൂഡ് ചെയ്യാൻ. അതെ, മൂഡ് അനുസരിച്ച് മൂപ്പണി കയ്യിൽ തരും. അതിനൊക്കെ എല്ലാവരും സ്വന്തമായിട്ടൊരു തൊഴിൽ പഠിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതെ, കുറച്ച് കൂലിയാണെങ്കിലും സമാധാനം വളരെയധികം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ സമാധാനം ഇല്ല, ശമ്പളം ഇല്ല. അതെ, ഇല്ല, സമാധാനം പ്രതീക്ഷിക്കേ വേണ്ട. ഇവന്റെ സൈക്കിൾ പിന്നെ ദിവസം കംപ്ലൈന്റ് ആണ്. ചില സമയത്ത് വയറിളക്കം, ഛർദി, പനി എന്നിവയ്ക്ക് കൂടെ വന്നു. ചില സമയം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതെ, അതുകൊണ്ട് ആഴ്ച സൈക്കിൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. ആ വർക്ക്ഷോപ്പാണത്. അതെ, ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹം പറയാ തന്നെ ഒന്നും വീഡിയോ എടുക്കരുതെന്ന്. ഇയാള് പിന്നെ മാലത്തിൽ നിന്ന് പൊട്ടി വീണതാണോ? നമ്മുടെ കാനറ ബാങ്ക്. അതെ, പുതിയതാണല്ലേ?
പഴയത് ഞങ്ങളുടെ അടുത്തായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയത്. ഞങ്ങൾ കാനറ ബാങ്കിന്റെ അടുത്താണ് വീടെന്നാണ് പലരോടും പറയാറുള്ളതായിരുന്നു. ഇപ്പൊ ബാങ്ക് പേരോടെ എടുത്തോണ്ട് പോയി. ഇനി ഞങ്ങൾ എന്ത് അഡ്രസ്സ് പറയും? ഒരു അഡ്രസ്സും ഇല്ല ഞങ്ങൾ. ഫ്രൈഡേ വർക്കിന് അവിടെ പോയായിരുന്നു. അവിടെ ഓണർ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് കൂടെയാണ് പോകുന്നത്. ഇതുവഴി പോയിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ട് ബീച്ചിൽ കൂടെ പോകും. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. ബീച്ചിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ഒരു ദിവസം കവർത്തി മൊത്തം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഒരു വീഡിയോയിലൂടെ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, കാണുന്നില്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം കവർത്തി മൊത്തം കവർത്തി മൊത്തം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇത് ലക്ഷദ്വീപിലെ ആളുകൾ മീന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ടാണ് മുറിച്ചിട്ട് വിൽക്കുന്നത് ആളുകൾക്ക്. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ എനിക്ക് കവർത്തി ദ്വീപിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ് ഇത്. ഇവിടെയാണ് ഞാൻ കൂടുതലും ഫോട്ടോസ് എടുക്കാറ്, അല്ലേ? അതെ, ഞങ്ങൾ കൂടുതൽ റീൽസ് എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഈ ബീച്ചിലാണ്. ബീച്ചിനെന്ത് നല്ല പ്രത്യേക ഈ സീസണിലല്ല, നമുക്ക് മറ്റേ നല്ല സീസണിലാകുമ്പോൾ മറ്റേ നല്ല സീസൺ ഓണാകുമ്പോൾ നല്ല വൈബായിരിക്കും ഇവിടെ. ഈ സമയത്ത് ഇങ്ങനെ ഇതൊരു ഭംഗിയാണ്, പക്ഷേ എനിക്ക് ഭയം നെഗറ്റീവാണ്. എനിക്ക് പറ്റിയ സീസൺ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഇവന് മഴ സീസൺ ഇഷ്ടമില്ല. എനിക്ക് മഴ ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ഫ്രണ്ട്സിനൊക്കെ അധികവും മഴക്കാലം, അതെ, എനിക്ക് സുനാമി വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺസൂൺ സീസൺ. മഴ ഉണ്ടാവണം, കാറ്റുണ്ടാവണം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് എത്ര ചൂടെടുത്താലും എനിക്ക് വേനൽക്കാലമാണ് ഇഷ്ടം. ഇങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരുഭൂമി ജീവിക്കട്ടെ. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് ഇനി അടുത്ത പ്ലാൻ ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകും. അതെ, നമ്മൾ മെയിൻ ആയിട്ടും ചായ കുടിക്കുന്നതും പറഞ്ഞു കൊടുക്കും. മെയിനായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ ചായക്കും കടിക്ക് 15 10 രൂപയുടെ ഒരു ചായക്കടയുണ്ട്. അവിടെ ഡെയിലി പോയി ചായ കുടിക്കും. പക്ഷെ അവിടുത്തെ ചായ ഒരു രക്ഷയില്ല കേട്ടോ. എത്ര വന്നാലും അടുത്ത ചായക്ക് അല്ലെങ്കിലും 10 രൂപ ചായ ഒക്കെ നല്ലതായിരിക്കും, അല്ലേ? 10 രൂപയായിട്ടൊന്നും അല്ല, എന്നാലും 10 രൂപ ആയതുകൊണ്ടാണ്. അതെ, 10 രൂപ എന്നൊക്കെ എടുത്തൊന്നും പറയണ്ട. അപ്പൊ ഹോട്ടൽ എത്തിയിരിക്കുന്നു. അതാണ് ഹോട്ടൽ. അപ്പൊ അവിടേക്ക് പോവാം. ഞങ്ങൾ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ വേറെ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ തന്നെ, ഹോട്ടലിൻ്റെ അടുത്തുള്ള ബീച്ചിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണും ചായ കൊണ്ടുവരുന്നത്. ഞാൻ കാണിച്ചു തരാം. അതാ ഗൈസ്, അതാണ് ഹോട്ടൽ. അതാ കണ്ടോ, ഇതാ പിന്നെ മെസ്സിയുടെ എന്തോ ബാനറൊക്കെ ഉണ്ട്. ചായ വാങ്ങിക്കാൻ പോയിക്കുവാണ്. ഇപ്പം ചായയും കൊണ്ട് വരും. ചായ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് ബീച്ചിൽ തന്നെ ഇരുന്ന് കുടി. ഇത് ലക്ഷദ്വീപിലെ മാസിടിച്ചല്ലേ, മാസൊക്കെ ഉണക്കി അതാണ് ഇതിൻ്റെ അകത്ത്. ഇത് മുട്ട പപ്സ്, ഇതെന്തുവാ ചെറുപയർ അതിൻ്റെ ചെറുപയർ, അതിൻ്റെ അത് ചെറുപയറാണേ. ഇതും ഏകദേശം അത് തന്നെ ആയിരിക്കും, മാസമായിരിക്കും. ഇതിനകത്ത് ശർക്കര, കടച്ചക്രം, സമോസയും ചായ. ഇവിടെ നല്ല പ്രകൃതി ഭംഗിയുണ്ട്. ക്ലാമയുടെ മുഖത്ത് എന്താ ഇതേപോലത്തെ കുരു. ആരോ എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നത് തോന്നുന്നു. ഒരു ശക്തമായ കുരുവാണ് എന്റെ അണ്ണാക്കിൽ വന്നിരിക്കുന്നത്. പ്രേമക്കുരു ആണ് കഴിച്ചത്. പ്രേമക്കുരുവാണോ, കുരുവാണോ, പിരാക്ക് കുരുവാണെന്ന് അറിയാം. എന്ത് കുരുവായി ഞാനൊരു കടിയിൽ കൂടി എടുക്കും. അത് ഞങ്ങളുടെ ഫാനാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അതെ, ആക്ച്വലി അയാള് ഞാൻ കവർത്തിയിലോട്ട് വരുമ്പോൾ ഷിപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട്, പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ. ആക്ച്വലി എൻ്റെ ചായ തീർന്നു ഗായ്സ്. എന്നാലും ഞാൻ ഒരു കടിയും കൂടി എടുക്കാൻ പോകാം. പ്ലീസ്. ഇലയുടെയാണ് ഗായ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രാമയ്ക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ലാന്നാ തോന്നുന്നത് പറയാനുള്ളത്. ഞാൻ ഈ ഇലയുടെ എടുത്തതിനെ കുറിച്ച് അവൻ
ചുളിവിൽ എന്തൊക്കെ പറയുന്നതാകട്ടെ, ചുളിവിലെടുത്തതാണ് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഐ വിൽ പേജ്. ഗായ്സ്, ഞങ്ങളുടെ നാട്ടിലൊരു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഇവനോട് പറഞ്ഞു ചായ. അപ്പം ഞങ്ങൾ ചായ കുടിച്ച് അവൻ കണ്ടില്ല. അവൻ ചായ കുടിക്കാൻ വന്നിരിക്കുമോ. അപ്പോൾ അവൻ ചോദിച്ചു ചായ കുടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവന് ഷൗട്ട് ചെയ്ത്, നിനക്ക് ഞങ്ങൾ അവിടെ ചായ കുടിച്ചത് കണ്ടില്ലേടാന്ന് കണ്ടിട്ട് ചോദിച്ചതായിരിക്കും എന്നല്ലേ. പക്ഷെ അവൻ കണ്ടില്ല. അവനൊരു ആത്മാർത്ഥയോടെയാണ് ഇത് ചോദിച്ചത്. പക്ഷെ ഇവൻ ഷൗട്ട് ചെയ്തു. അങ്ങനത്തെ ഞങ്ങള് ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്. സാലിം ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്റ്റുഡിയോ ആണ് ഇവൻ പാടിയെന്നൊക്കെ പറയുന്നു. ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് പാടിയതാണ്. അത് വലിയൊരു കഥയാണ്. അപ്പൊ ഞങ്ങള് മറ്റേ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓഫീസാണ്. കോൺഗ്രസ് അല്ലല്ല, രണ്ട് ബിൽഡിംഗ് രണ്ടും ഒരേ ഇതാണ്. ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്നത് കേട്ടാൽ മതി. ദ്വീപിലെ കുഞ്ഞു കുഞ്ഞു കടകൾ നോക്കൂ. ഇത് ഈ കട ചൂണ്ടിക്കാണിക്കും. ഇതെന്റെ ഫ്രണ്ട് ബഷറാന്റെ കടയാണ്. ആണോ? അതുണ്ടോ അബദ്ധം? ഇല്ല, അറിയില്ല. ക്യാമറ എടുക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടില്ല. കൊണ്ടുള്ള റീൽസ് തോണ്ടുവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അവസാനം ഫൈനലി നമ്മൾ വീട് തിരിച്ചു വന്നെത്തിയിരിക്കും. അതെ, അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ ബൈ.